അഞ്ചാമത്തെ ശ്ലോകമാണ് പറഞ്ഞത്. നഹി കശ്ചിക്ഷണമപി യാതുതിഷ്ഠത്യ കർമ്മകൃത് കാര്യദേഹവശ കർമ്മ സർവപ്രകൃതിജൈർഗുണൈ. ആരും ഒരിക്കലും ക്ഷണനേരം പോലും കർമ്മം ചെയ്യാതെ ഇരിക്കുന്നില്ല തന്നെ. എന്തെന്നാൽ പ്രകൃതിയിൽ നിന്നുണ്ടായ ഗുണങ്ങളിൽ എല്ലാവരും അസ്വതന്ത്രരായിട്ട് കർമ്മം ചെയ്യിക്കപ്പെടുന്നു. തന്നിൽ അന്തർലീനമായ സത്വം, രജസ്, തമസ് ഈ ഗുണത്രയത്തിന്റെ പരിധിയിൽപ്പെട്ട് സദാ അസ്വസ്ഥനാണ് മനുഷ്യൻ. തീർത്തും കർമ്മരഹിതനായി ഒരു നിമിഷം പോലും ഇരിക്കാൻ അവനാവില്ല. പൂർണ്ണമായ നിഷ്ക്രിയത്വം അചേതന വസ്തുക്കളുടെ ലക്ഷണമാണ്. ശാരീരികമായി വിശ്രമിക്കുമ്പോഴും മാനസികമായും ബുദ്ധിപരമായും നാം കർമ്മനിരതരാണ്. ഉറക്കത്തിലൊഴികെ ത്രിഗുണങ്ങളുടെ സ്വാധീനത്തിൽ കഴിയുന്ന കാലത്തോളം നാം നിസ്സഹായരാണ്, കർമ്മം ചെയ്യാൻ നിർബന്ധിതരാണ്. അതിനാൽ തീരെ കർമ്മം ചെയ്യാതിരിക്കുക എന്നത് പ്രകൃതി നിയമത്തിനെതിരാണ്. അത് നമ്മുടെ തന്നെ അധപ്പതത്തിന് കാരണമാകും. ശാരീരികമായ കർമ്മമൊന്നും ചെയ്യാതിരുന്നാൽ മനസ്സ് തന്നെ ദൂഷിക്കും. അതിനാൽ സദ്ഭാവനയോടെ ഊർജ്ജസ്വലമായി കർമ്മം ചെയ്യാനും അങ്ങനെ ആന്തരശക്തി പാഴാക്കാതെ ആത്മവികാസം സ്വാധിക്കാനും ഗീത ഉപദേശിക്കുന്നു. നമ്മള് നമ്മൾ പറഞ്ഞില്ലേ, നമ്മള് ജനിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? ഈ സഞ്ചിത വാസന പ്രാരബ്ധമായി. ഈ സഞ്ചിത വാസന കാരണമാണ് നമ്മൾ ഇപ്പോൾ ജന്മം എടുത്തിരിക്കുന്നത്. ആ പ്രാരബ്ധമാകുമ്പോൾ എനിക്ക് എന്തോ പ്രാരബ്ധം എൻ്റെ കർമ്മഫലം തന്നെ. കഴിഞ്ഞ ജന്മം ചെയ്ത കർമ്മങ്ങളുടെ നല്ലതും ചീത്തയും പുണ്യവും പാപവുമായിട്ടുള്ള അനുഭവം ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായ നല്ല ഗുണങ്ങളും ചീത്ത ഗുണങ്ങളും അനുഭവങ്ങളായിട്ട് ഞാൻ അനുഭവിക്കണം. അപ്പോ ഞാൻ ഈ വാസന ജനിക്കുമ്പോഴേ ഇതിനകത്ത് 3 ഗുണങ്ങളും കൂടെ ഉണ്ട്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ വാസന എല്ലാവരുടെയും വാസന ഈ 3 ഗുണങ്ങളിലും അധിഷ്ഠിതമാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. സത്വഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല പ്രസന്നതയായിട്ട് നമ്മുടെ ബുദ്ധി നല്ല നൈർമല്യമായിട്ടും ഒക്കെ ഇരിക്കുന്ന നമ്മൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സാത്വികനാന്ന് പറയത്തില്ലേ. ദൈവിക ഗുണങ്ങൾ നല്ല നമുക്ക് ഒരു ദുരിതവും മനസ്സിന് ഒരു വിഷമങ്ങളും ഇല്ലാതെ നല്ല സ്വസ്ഥമായിട്ടിരിക്കുന്ന ആ ഒരു നല്ല നമ്മുടെ ബുദ്ധി നൈർമല്യമായിട്ടിരിക്കുന്നത്. കാരണം ഒരു ചാഞ്ചല്യവും ഇല്ലാതെ മനസ്സ് നല്ല പ്ലസന്റ് ആയിട്ടും ദൈവിക കാര്യങ്ങളൊക്കെ അതാ നല്ല ഈ എല്ലാ പോസിറ്റീവ് ആണ് ഈ സത്വഗുണം. നമ്മൾ അങ്ങനെ ഒരു ഇതുണ്ട്. എല്ലാവരിലും ഈ ഗുണങ്ങളുണ്ട്. രജോ ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഓരോ കർമ്മം ചെയ്യുമ്പോൾ അഗ്രസീവായിട്ട് ഓരോ കാര്യങ്ങൾ ഭയങ്കര ഊർജ്ജസ്വലതയോടെ ചെയ്യും. അത് നമ്മുടെ മനസ്സ് ശാന്തമല്ല, എപ്പോഴും ഭയങ്കര കർമ്മനിരത. നമ്മൾ ഭയങ്കരമായിട്ട് ആലോചിക്കുകയും ഓരോ കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കര ഒരു സ്വസ്ഥമായിട്ട് ഒരു നാമം ജപിക്കുന്ന മനസ്സാണോ നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഉള്ള മനസ്സ്? അല്ല. അത് ആ ഗുണത്തിനെ പറയുന്നത് രജോ ഗുണം. തമോ ഗുണമോ നമ്മൾ ആലസ്യം. തമോ ഗുണം 2 എക്സ്ട്രീം ഉണ്ട്. ഒന്ന് അലസതയും ഒന്നും ചെയ്യാതെ ഒരു മടി പിടിച്ചിരിക്കുന്ന അവസ്ഥയും, അതുപോലെ അതിക്രൂരമായിട്ടുള്ള മനോഭാവം, റൗഡികളുടെയൊക്കെ ക്രൂരമായി കൊല്ലുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ ഒരു മനോഭാവം തമോ ഗുണം തന്നെ. അലസതയും ക്രൂര മനോഭാവം ഇത് 2ഉം തമോ ഗുണത്തിൽ വരുന്നത്. ഈ 3 ഗുണങ്ങളും എല്ലാവരിലും ഉണ്ട്. ഈ 3 ഗുണങ്ങളും എല്ലാവരിലും ഉണ്ട്. ഒരു മനുഷ്യനായിട്ട് ജനിക്കുന്ന എല്ലാവരിലും ഈ 3 ഗുണങ്ങളുണ്ട്. അപ്പോ 3 ഗുണങ്ങൾ ചെന്ന് നമ്മൾ ഓരോരുത്തരും അതിന്റെ പ്രൊപ്പോർഷൻ ഡിഫറെന്റ് ആയിരിക്കും. ചിലരിൽ സത്വഗുണം കൂടിയിരിക്കും, രജോ ഗുണവും തമോ ഗുണവും കുറഞ്ഞിരിക്കും. ചിലരിൽ രജോ ഗുണമായിരിക്കും കൂടുതൽ വ്യക്തമായിട്ടിരിക്കുന്നത്. അതേസമയത്ത് ചിലർക്ക് തമോ ഗുണം, ആലസ്യം, ഒരു മടി പിടിക്കുന്ന ഒരു സ്വഭാവം, ഒന്നിലോട്ട് ഒരു താല്പര്യം, അങ്ങനെ അത് കൂടുതലെങ്കിൽ ചിലരുടെയൊക്കെ സ്വഭാവം കണ്ടറിയാം നമുക്ക്. ഒരു ഉണർവില്ലാത്ത സ്വഭാവം, അങ്ങനെ അത് എല്ലാവരിലും ഉണ്ട്. കാരണം നമ്മൾ ഒരു സമയം തന്നെ ഒരു വ്യക്തി തന്നെ സത്യഗുണത്തിലിരിക്കും, രജോ ഗുണത്തിലിരിക്കും, തമോ ഗുണത്തിലിരിക്കും. കാരണം നമ്മൾ നല്ല കാര്യങ്ങൾ ഇപ്പൊ ഗീത പഠിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ദൈവിക കാര്യങ്ങളും നല്ല ചിന്തകളും മനസ്സിന് ഒരു സ്വസ്ഥമായിട്ടിരുന്ന നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ ദൈവത്തിനെ ഈ പഠിക്കുന്നതും ഒക്കെ സത്വഗുണത്തിലാണ്.
രജോ ഗുണം നമ്മൾ ജോലി ചെയ്യുമ്പോഴൊക്കെ നമ്മൾ രജോ ഗുണമാണ്. ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ടത്. ചിന്തിച്ചും പ്രവർത്തിച്ചൊക്കെ ഭയങ്കര എൻഗേജ്ഡ് ആയിരിക്കും നമ്മുടെ മനസ്സ്. പക്ഷെ അതുപോലാണോ നമ്മളെ ഒരു ഇരുന്ന് നാം ചെല്ലുന്ന പോലാണോ, നമ്മൾ ജപിക്കുന്ന പോലാണോ നമ്മുടെ ഒരു കർമ്മം ചെയ്യുമ്പോഴല്ല. അത് ഭയങ്കര അഗ്രസീവ് ആയിരിക്കും, ഊർജ്ജസ്വലമായിട്ട് തീവ്രമായിരിക്കും അതിന്റെ ചിന്തകളൊക്കെ. അപ്പൊ അതൊരു രജോ ഗുണം. നമ്മൾ അങ്ങനെയുണ്ട്. നമുക്ക് അത് പിന്നെ ഈ ജോലിയൊക്കെ ചെയ്ത് എക്സോസ്റ്റ് ആയി നമുക്കൊരു ക്ഷീണം തോന്നും, നമുക്കൊരു ആലസ്യം, ഉറങ്ങാൻ തോന്നും. ആ ഗുണം അപ്പോഴത്തെ ഗുണം തമോ ഗുണമാണ്. അപ്പം ഇതിലെല്ലാവരിലും പ്രകടമുണ്ട് ഈ 3 ഗുണങ്ങളും. അതിന്റെ ഏറ്റക്കുറച്ചുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വാസനയും ചില ഗുണാധിഷ്ഠിതമാണ്, ഗുണങ്ങളാണ്, ഗുണത്തിൽ അധിഷ്ഠിതമാണ് നമ്മുടെ വാസന. എല്ലാവരുടെയും നമ്മുടെ വാസനകൾ, ഇഷ്ടാനിഷ്ടങ്ങള് ഈ ഓരോ ഗുണത്തിനട്. അതുകൊണ്ടാ ചിലര് മുൻകോപം, ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരുന്നു. അതൊരു രജോ ഗുണത്തിന്റെ ആധിക്യം കാണിക്കുന്നത്. ഭയങ്കര മനസ്സ് കയറിയ എപ്പോഴും ഒരു അഗ്രസീവായിട്ടിരിക്കും. ഒരു ശാന്തത സ്വഭാവമായിരിക്കത്തില്ല. ശാന്ത സ്വഭാവക്കാരെല്ലാം സാത്വിക ഗുണം, അതാ എപ്പോഴും ഒരു ശാന്തതയും പക്വതയും വന്ന സ്വഭാവത്തിൽ നമുക്ക് കാണാം. അത് കുറച്ച് സാത്വിക ഗുണമുള്ളവർക്ക്. ചിലർ കണ്ടിട്ടില്ലേ ഒരു ഊർജ്ജസ്വലതയില്ല, ജീവിതത്തിലൊന്നും ഒരു വലിയൊരു നമുക്കൊരു എയിമൊന്നും ഇല്ലാതെ അത്രത്തോളം ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതി, അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർ, അതൊരു തമോ ഗുണമാണ്. ഇത് 3 ഗുണവും നമ്മുടെ ഈ 3 ഗുണക്കാർക്കും ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ആ ജന്മത്തിന് സാധിക്കുന്നുണ്ട്, പ്രാരബ്ധമുണ്ട്. പക്ഷെ ഇത് 3 ഗുണത്തിൽ അധിഷ്ഠിതമായിട്ടാണ് എല്ലാവരുടെയും വാസനകൾ ഇരിക്കുന്നത്. അപ്പൊ ഈ കർമ്മം എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ ഈ കൈയും കാലും കൊണ്ട് ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ ചിന്തകളും കർമ്മമാണ്. ഞാൻ അന്ന് പറഞ്ഞല്ലോ, നമ്മൾ ഏതെങ്കിലും കൈയും കാലും കൊണ്ട് ഒരു ദാനം കൊടുക്കുന്നു, നമ്മൾ പേഴ്സ് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത് ഒരു നോട്ട് എടുത്ത് ഒരാൾക്ക് ദാനം കൊടുക്കുമ്പോഴേ അതിനെ അല്ല ദാനം എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകിലുള്ള മനോഭാവമാണ് ദാനത്തിനെ ഉൾക്കൊള്ളുന്നത്. അല്ലാതെ ഞാനൊരു കൈ കൊണ്ട് ഒരു 100 രൂപ കൊടുക്കുന്നതിനെ അല്ല ദാനം എന്ന് പറയുന്നത്. ഏത് മനോഭാവത്തിൽ കൊടുക്കുന്നു അപ്പോഴേ അത് ആ ദാനമാകുന്നുള്ളൂ. കർമ്മം ഇതുപോലാണ് ഏത് കർമ്മങ്ങളും, അതിന്റെ പുറകിലുള്ള മനോഭാവമാണ് അതിനെ ആ കർമ്മമാക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ലഡു ഇരിക്കുന്നു, അതിന് മധുരമില്ലെങ്കിലോ അത് പിന്നെ ലഡു ആണോ എന്ന് പറഞ്ഞ പോലെ, ഞാനൊരു ദാനം ചെയ്യുന്നിടത്ത് പൈസ കൊടുത്തിട്ട് ദാനം ആവത്തില്ല. അതുപോലെ നമുക്ക് നമ്മൾ പുണ്യം ചേർക്കണം. നമുക്ക് പാപത്തിന് പുണ്യം ചേർക്കാൻ വേണ്ടി നമുക്ക് ഇതിനു വേണ്ടി ഞാൻ ദാനം കൊടുക്കും, ഭക്ഷണം കൊടുക്കും ആൾക്കാർക്ക്. അപ്പൊ ഇതൊക്കെ എനിക്ക് നല്ലത് വരാൻ വേണ്ടി, അതൊരു സ്വാർത്ഥ മനോഭാവമാണ്. അതും ആ കർമ്മത്തിനെ അതിന്റെ ഭാവം വരുത്തില്ല, എന്നുവെച്ചാൽ അതിന്റെ ഫലം വരുത്തില്ല. നമ്മൾ നിഷ്കാമമായിട്ട് എന്നുവെച്ചാൽ സ്വാർത്ഥത ഇല്ലാത്ത ഒരു ഭാവം ഉണ്ടാവണം ഏത് കർമ്മത്തിന്റെ പുറകിൽ. അതിനാ കർമ്മയോഗം. അതാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ കർമ്മം ചെയ്യണം, എന്റെ ചിന്തകളാണ് എന്റെ ആ ഓരോ കർമ്മത്തിന്റെയും പുറകിലുള്ള ഭാവമാണ്, ചിന്തയാണ് അതിനെ ആ കർമ്മമാക്കുന്നത്. അപ്പം എന്റെ ചിന്തകൾ കർമ്മമാണ്. നമ്മളിങ്ങനെ ചുമ്മാ ഇരിക്കുക ഒരിടത്ത്, നമ്മളൊരിക്കും ഞാനൊന്നും ചെയ്യുന്നു, ചുമ്മാ ഇരിക്കുമല്ല, നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക, എന്തോ വേണം, നാളെന്തോ വേണം. എന്നാൽ കൈയും കാര്യം ഒരിടത്ത് അടങ്ങിയിരിക്കുക, സ്വസ്ഥമായിട്ട് അല്ലെങ്കിൽ കിടക്കുക അവിടെ. പക്ഷെ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ ചിന്ത ഒരു കർമ്മം തന്നെ. അപ്പം നമ്മുടെ ഏത് കർമ്മങ്ങളും ധർമ്മത്തിലായിരിക്കണം. നമ്മുടെ മനസ്സ് എപ്പോഴും അധർമ്മത്തിലോട്ട് പോകാനുള്ള ടെൻഡൻസിയാണ്. ധർമ്മത്തിലോട്ട് നമുക്കറിയാം, രണ്ടും അറിയാം. പക്ഷെ കാരണം എന്താ, നമ്മുടെ വാസനകൾ അങ്ങനെ ഓരോരുത്തരുടെ. എല്ലാവരും സ്വാർത്ഥ ചിന്താഗതിക്കാരെ പൊതുവെ മനുഷ്യരങ്ങനെ. എനിക്ക് ഇതാ ഇഷ്ടം, അങ്ങനെ പോകണം. ഇഷ്ടമല്ല ധർമ്മം, എന്റെ ഇഷ്ടമല്ല ധർമ്മം, എന്റെ ശരിയല്ല ധർമ്മം. ആ ധർമ്മം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ വാസനകളെല്ലാം എങ്ങനെ ഇവിടെ നിവർത്തിച്ചാൽ, എന്റെ ആഗ്രഹങ്ങളെ എങ്ങനെ ഇവിടെ നിവർത്തിച്ചാൽ എനിക്ക് ഇതിനകത്ത് നിന്ന് എനിക്ക് അൾട്ടിമേറ്റ് വരേണ്ട എന്തുവാ, ഈ കർമ്മഫലം കുറയണം. ഞാൻ കർമ്മഫലം കൂട്ടാനല്ല മനുഷ്യന്മ എടുത്തിരിക്കുന്നത്. മനുഷ്യന്മ എടുത്തിരിക്കുന്നത് എന്തിനാ? ഈ കർമ്മഫലത്തിന് കുറച്ച് അടുത്ത ഒരു ജന്മം ഉണ്ടെങ്കിൽ ഈശ്വരൻ ലയിക്കണം. അത് അടുത്തൊരു ജന്മം ഉണ്ടെങ്കിലല്ല, ഈ ജന്മത്തിൽ തന്നെ അല്ലേ. ഈ ജന്മത്തിൽ നമ്മളെ ഈശ്വരൻ ലയിച്ചില്ലെങ്കിലോ പിന്നെയും മനുഷ്യനായിട്ട് ജനിക്കും. അപ്പോൾ ഈ മനുഷ്യന്മകളെ കൂട്ടുന്നതിന് പകരം
ഈ ജന്മം തന്നെ നമ്മൾ ഈ കർമ്മത്തിന്, ഈ വാസനാകർമ്മങ്ങളെ നമ്മൾ കർമ്മയോഗത്തിൽ അനുഷ്ഠിച്ചാൽ നമ്മുടെ കർമ്മഫലം കുറയുകയും ചെയ്യും, പുതിയ കർമ്മഫലം ഉണ്ടാവത്തുമില്ല. അതേസമയത്ത് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ചെയ്താലോ, ഒരു ആഗ്രഹത്തിന് സാധിക്കാൻ വേണ്ടി ഒരു കർമ്മം ചെയ്ത് അതിനെക്കാട്ടി ഇരട്ടി കർമ്മം ചെയ്യേണ്ടി വരും. കൂടുതൽ കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടാകുക, ജനിക്കുക. ഒരാഗ്രഹം നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ അടുത്ത ആഗ്രഹം വരുന്നു. എന്നുവെച്ചാൽ ഞാൻ സമർപ്പണം കർമ്മയോഗത്തിലല്ല ചെയ്യുന്ന അർത്ഥം. നമ്മൾ ഈ അറിവിലാണ്, നമ്മൾ ഈ ഗ്രന്ഥങ്ങളിൽ കൂടെ പഠിക്കുന്ന ഈ അറിവിന്റെ ഇതിന് ശരിക്കും മനനം ചെയ്ത ഒരാൾക്ക് ഈ അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകത്തില്ല. ഉള്ളതിനെ നിവർത്തിക്കും. അതോടെ ആ ആഗ്രഹം ഇല്ലാതാവും. കാരണം എന്തുവാ, എന്റെ ജസ്റ്റ് ആഗ്രഹം നിവൃത്തിയാ. ഞാൻ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചിരിക്കുന്നു. ഗ്രഹിച്ചില്ലെങ്കിലോ ഞാൻ അതിന്റെ പുറകെ, ഈ ആഗ്രഹങ്ങളുടെ പുറകെ പൊയ്ക്കൊണ്ടിരിക്കും. ഈ ഗ്രന്ഥങ്ങൾ, ഈ ശാസ്ത്രങ്ങളൊക്കെ ഗ്രഹിച്ച ഒരു മനുഷ്യൻ അങ്ങനെ പോകത്തില്ല. അതാണ് നമ്മൾ ഇതിനെ മനനം ചെയ്ത് ഉറപ്പിച്ചാൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ കർമ്മയോഗത്തിൽ അനുഷ്ഠിക്കും. നമ്മൾ കർമ്മയോഗത്തിൽ അനുഷ്ഠിച്ചാൽ എനിക്ക് സ്വസ്ഥമായിരിക്കും. ഞാൻ സ്വസ്ഥതയിലോട്ട് ഇല്ലെങ്കിലോ എന്റെ ജീവിതം ദുരിതത്തിലോട്ടും. എന്തെല്ലാം പ്രാരബ്ധം എന്തോ ആയിക്കോട്ടെ, എല്ലാവർക്കും പ്രാരബ്ധം ഉണ്ടോ. പക്ഷെ ആ പ്രാരബ്ധം എനിക്കൊരു ദുരിതമായി മാറരുത്. അതിനെ നമ്മള് സമർപ്പണ ബുദ്ധിയിൽ നമുക്ക് വന്നു ചേർന്നിട്ടുള്ള കർമ്മങ്ങളെ, കർത്തവ്യങ്ങളെ നമ്മൾ സ്വാഗതാർഹം വെച്ചാൽ നമ്മൾ ഫുൾ ഹാർട്ടഡ് ആയിട്ട് അതിനെ, അയ്യോ എനിക്കിഷ്ടം, എന്റെ ഒരു വിധിയെ ഇതൊക്കെ ചെയ്യേണ്ടി വന്നല്ലോ, നമ്മൾ ശപിച്ചോണ്ട് ചെയ്യരുത്. കാരണം ഇത് നമുക്ക് തന്നെ നമ്മളെ കർമ്മങ്ങൾ ഈ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത് തന്നെ തിരിച്ചു വരും, ഈ അനുഭവം തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് ഇത് സമർപ്പണം. എനിക്ക് എന്റെ കർമ്മഫലം വന്നിരിക്കുന്നു. അതിനെ എന്തുകൊണ്ടാണ് എനിക്കിത് അനുഭവിക്കാൻ പറ്റുന്നത്? എന്നിൽ ഒരു ഈശ്വര ചൈതന്യമുണ്ട്. ഞാൻ ഈശ്വരന്റെ അംശമാണ്. ഈ വാസനയ്ക്ക് മാറ്റുകയും വേണം. ഈ വാസനയാണ് എന്റെ അനുഭവമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ വാസന മാറുകയും വേണം, പുതിയ ഉണ്ടാവുകയും ചെയ്യരുത്. അതിനെന്തോ വേണം? ഞാൻ ഈശ്വരന്റെ അംശമാണെന്നുള്ള രീതിയിൽ ഇതെന്റെ കർമ്മഫലമാണെന്നും ഇതെന്റെ പ്രാരബ്ധമായിരിക്കുകയാണ്, ഇതിനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യണം. അതാ പറഞ്ഞു, നമ്മൾ ആ ഒരു ചെയ്യുന്ന കർമ്മത്തിനെ നമ്മൾ ശപിക്കത്തില്ല. എനിക്കിത് എന്റെ ഒരു തലവിധിയെ നമ്മൾ ഇങ്ങനെയൊക്കെയാ ചെയ്യേണ്ടി വന്നല്ലോ, എനിക്ക് ഈ ഗതി വന്നല്ലോ, നമ്മൾ ഇങ്ങനൊന്നും ചിന്തിക്കത്തില്ല. കാരണം എന്താ, ഇതിന്റെയൊക്കെ ഓരോന്നിന്റെയും ഒരു കോസ് ആൻഡ് എഫക്റ്റാ. ഒരു കാരണമില്ലാതെ ഒരു കാര്യം ഉണ്ടാവത്തില്ല. നമുക്കൊരു അനുഭവം ഉണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ല. എന്താ എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്? നമ്മളെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യുക. അറിയത്തില്ല. എന്തോ ദൈവം എന്തോ, ഞാൻ എന്തോ കഴിച്ചു. നമുക്ക് ആ ചിന്തകളൊന്നും ഉണ്ടാവത്തില്ല. നമ്മൾ ഈ കാര്യങ്ങളെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ സമാധാനമായിട്ട് ഏത് കാര്യത്തിനും, എത്ര വലിയ എമോഷൻസ് ആയിട്ട്, എത്ര വലിയ പ്രശ്നങ്ങളായിട്ട് ഉള്ള കാര്യങ്ങളായാലും അതിനെ നമ്മൾ സമാധാനത്തിന്റെ രീതിയിൽ, ഇതിന് വാല്യൂസ് ഉണ്ട്. നമ്മൾ ഇതിനെ ഗ്രഹിക്കും തോറും നമ്മൾക്ക് ക്ഷമയും സഹനശക്തിയും ഇതെല്ലാം വരും. അത് നമുക്കായിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചുമ്മാ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. ഞാൻ മനഃപൂർവ്വം ഒരു ഷോ കാണിച്ചെന്ന് വിചാരിച്ച് നടക്കുവോ? അങ്ങനെ ഒക്കത്തില്ല. എത്ര നാൾ ഷോ കാണിക്കും? ഒരു നാൾ എല്ലാം പുറത്തു വരും. നമ്മൾ നല്ലതായിട്ട് ഇങ്ങനെ നടിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ആരെ ബോധ്യപ്പെടുത്താന്? എന്റെ കർമ്മത്തിന്റെ ഫലം ഞാൻ തന്നെ അനുഭവിക്കണം, അല്ലാതെ വേറൊരാളും അനുഭവിക്കത്തില്ല. ഞാൻ ഒരാൾക്ക് നല്ലത് ചെയ്യാൻ എനിക്ക് തന്നെ നല്ലതുണ്ടാവും. ഞാൻ ഒരാൾക്കൊരു ദ്രോഹം ചെയ്താലോ ആ ദ്രോഹം എന്നിൽ വന്ന് പിടികൂടും. 100%. അതാ പറഞ്ഞു, ഇതൊരു സയൻസ് ആണ്. എവറി ആക്ഷൻ ദേർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പൊ നമ്മൾ ഇതിനെയൊക്കെ ഗ്രഹിച്ചു കഴിഞ്ഞാലോ നമ്മൾ നമ്മുടെ വാസനയിൽ അധിഷ്ഠിതമായി നമ്മൾ ചെയ്യത്തില്ല. നമ്മൾ ധർമ്മത്തിലോട്ട് പോകും. എന്നുവെച്ചാൽ എന്തുവാ, എന്റെ ഇഷ്ടത്തിൽ നിന്ന് ധർമ്മം ഏതാണ് അതിലോട്ട് പോകും. അതെന്നുവെച്ചാൽ എന്തുവാ, ഞാനെന്ന ഭാവം ഇല്ലാത്തൊരു കർമ്മമാകും. മറ്റേതോ ഇതെനിക്ക്, ഞാൻ ചെയ്യുന്നു, ഇതിന്റെ ഫലം എനിക്ക് വേണം. ഇതാണ് അഹന്താമമത. ധർമ്മത്തിൽ അതില്ല. അഹന്താമമത ഇല്ലാതെ വേണം ഏത് നിസാരം. നമ്മൾ വലിയ വലിയ കാര്യങ്ങളാ ധർമ്മം എന്ന് വിചാരിക്കരുത്. വലിയ 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 കാര്യങ്ങളിലാണ് ഇതൊക്കെ ഇരിക്കുന്നതെന്ന് പറയും. ഈ ചെറിയ ചെറിയ കാര്യങ്ങളോടാണ് നമ്മളിതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ പരിശീലനം നമ്മൾ പറഞ്ഞില്ലയോ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നവരെ എന്തെല്ലാം നമുക്ക് കർത്തവ്യ കർമ്മങ്ങളുണ്ടോ അതെല്ലാം വന്നു ചേരും. അത് നമ്മുടെ പ്രാരബ്ധം, ഓരോരുത്തരുടെ പ്രാരബ്ധം അനുസരിച്ച് വന്നു ചേരും. അതിനെയെല്ലാം സമർപ്പണ ബുദ്ധിയിൽ ആ രീതിയിൽ സമർപ്പണം ചെയ്താൽ ഞാൻ ഈശ്വരന്റെ അംശമാണെന്നും ഇതെന്റെ കർമ്മഫലമാണെന്നും അപ്പൊ നമുക്ക് ഇതിന്റെ കാരണം മനസ്സിലായി. കാരണമുണ്ട്. കാരണമില്ലാതല്ല എനിക്കിത് വന്നു ചേർന്നത്. അപ്പം കാരണമുണ്ട്. അപ്പം ഇതേപോലെ അനുഭവം പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തിരിച്ചനുഭവം വരുന്നത്. അതുകൊണ്ട് എന്താ സാരമില്ല, ഇവിടെ തീരുകയാണ്. അതേസമയത്ത് നമ്മളൊന്ന് വിചാരിച്ചേ,
നമുക്ക് ഇങ്ങനെ വന്നു തരുമ്പോഴോ നമ്മൾ അതിൽ നിന്ന് അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ എഗൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇങ്ങനെ ഒക്കത്തില്ല. എനിക്ക് അങ്ങനെ നമ്മൾ അതിനൊരു എക്സാമ്പിൾ പറയാം. ഈ റാഗിങ് എങ്ങനെ കണ്ടിന്യൂ ആവുന്നേ? കോളേജിലൊക്കെ റാഗിങ്, കുട്ടികളെ റാഗ് ചെയ്യപ്പെടും. സീനിയേഴ്സ് വന്ന് റാഗ് ചെയ്യും ജൂനിയേഴ്സിനെ. ഈ ജൂനിയേഴ്സ് അടുത്ത വർഷം ആകുമ്പോൾ സീനിയർ ആവും. നമ്മൾ അനുഭവിച്ചില്ല, എന്നാ പിന്നെ വരുന്ന അടുത്ത ജൂനിയേഴ്സിനെ നമ്മൾ ഇത്രയും അനുഭവിച്ചില്ല, തിരിച്ച് അവർക്ക് കൊടുക്കാം. ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ട്, അതുകൊണ്ട് ഇതുപോലാണ് നമ്മുടെ കർമ്മഫലവും. ഒരാളെ ഒരു ശത്രു എനിക്കൊരു ദ്രോഹം ചെയ്യുന്നു, അപ്പോഴാണല്ലോ എന്നെ താല്പര്യമില്ലാത്ത ഒരാളാണല്ലോ നമ്മൾ ശത്രുവാക്കി തരുന്നത്. അയാൾ എനിക്കൊരു ദ്രോഹം ചെയ്യുന്നു, നമുക്ക് തിരിച്ച് നമ്മൾ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, അത് ഞാനെന്ന് ഭാവം വരുമ്പോഴേ ഞാൻ ഒരു തെറ്റും തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് ചെയ്യുന്നതിന്റെ ഇരട്ടി അങ്ങോട്ട് ചെയ്യും. അപ്പൊ എന്തുവാ, എനിക്ക് കിട്ടേണ്ട കർമ്മഫലത്തിനെ ഞാൻ റിജക്റ്റ് ചെയ്തിട്ട് കൂടുതൽ അധർമ്മം ചെയ്യുക. അപ്പോ ഈ അനുഭവം അല്ല, ഇതിനെക്കാട്ടി തിക്താനുഭവം വരും. നമ്മൾ എല്ലാം കമ്പാരിറ്റീവ് ആണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യും. അവരവർ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവരവർ ചെയ്യണം. വേറൊരാൾ അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അതിനെ ചെയ്യാൻ തുടങ്ങിയാലോ ഈ അനുഭവം എനിക്ക് തിരിച്ചു വരും എന്നുള്ളത് ആ ഒരു അറിവ് നമുക്കുണ്ടാവും. ഇതെല്ലാം ഗ്രഹിച്ചാൽ ഇപ്പൊ നമുക്ക് ആ ശത്രുതാ മനോഭാവം കുറഞ്ഞു വരും. എന്തുകൊണ്ടാ? നമ്മൾ കാര്യങ്ങളെ ഗ്രഹിച്ചാൽ നമുക്ക് എന്തുകൊണ്ടാ കുറയുന്നേ? ഞാൻ ആർക്കോ കൊടുത്ത ഒരു തിക്താനുഭവമാണ് വേറെ ആളെ എനിക്ക് തരുന്നത്. അതാ എനിക്ക് ദുരിതം. ഞാനത് ദുരിതമായി മാറുന്നപ്പോഴാ എന്നെ ഒരു അകാരണമായി ഈ കർമ്മഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഈ ഡെപ്തിലോട്ട് പോകത്തില്ല, ദുഃഖത്തിന്റെ ആഴത്തിലോട്ട് പോകത്തില്ല, ദുരിതമായി മാറത്തില്ല. നമ്മൾ സമചിത്തതയോടെ അതിന് വേണ്ടത് ചെയ്യാനും. അതേസമയത്തോ നമ്മൾ ഇതിന്റെ ഒരു കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിലോ നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് അനുഭവിക്കുമ്പോഴേ, ഓരോ അനുഭവങ്ങൾ ഓരോരുത്തർ നമ്മളെ വന്ന് ഇങ്ങനെയൊക്കെ കഴിയുമ്പോൾ അതിന്റെ ഇരട്ടി അങ്ങോട്ട് ചെയ്യാൻ തോന്നും നമുക്ക്. അത് നാച്ചുറൽ, അതെന്റെ എമോഷൻസാ, എന്റെ ഇഷ്ടവും അനിഷ്ടവും. എന്നോട് ഇങ്ങനെ ചെയ്താൽ ഞാൻ അങ്ങനെ ചെയ്യും, ഒന്ന് ചെയ്താൽ ഞാൻ 2 ചെയ്യും. ഈ മനോഭാവമാണെങ്കിലോ ഈ 2 ചെയ്യുമ്പോഴോ അതിന്റെ ഫലം 4ആയിട്ട് തിരിച്ചു വരും. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മളുടെ സമചിത്തത ഫോം ആവും. നമ്മൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, എല്ലാവരിലും ഈ ഗുണങ്ങളുണ്ട്, വാസനയും ഉണ്ട്. സോ ഗുണത്തിൽ അധിഷ്ഠിതമായ ഈ വാസന കാരണമാണ് എനിക്ക് ഈ കർമ്മഫലങ്ങളെല്ലാം ഈ വന്നു ചേരുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരമാണോ? നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ സങ്കല്പിക്കുന്നത് വേറെ രീതിയിലും യാഥാർത്ഥ്യം വേറെ രീതിയിൽ, വേറെ ഡയറക്ഷനിലാണ് പോകുന്നത്. നമ്മൾ ജീവിതം ഇങ്ങനെയൊക്കെ പോകണമെന്ന വളരെ അതൊന്നും നമ്മുടെ പ്രാർത്ഥന എങ്ങനെയല്ലയോ, അരുതാത്തതൊന്നും സംഭവിക്കരുതേ, നല്ലതേ നടക്കാവേ, ഇല്ലയോ, ദുരിതങ്ങൾ ഉണ്ടാവരുത്. പക്ഷെ ഇതെല്ലാം ഉണ്ടാവും, നല്ലതും നടക്കും ചീത്തയും നടക്കും. ഇതിനെയെല്ലാം ഫേസ് ചെയ്യുന്ന ഏത് മനസ്സായിരിക്കണം എനിക്കൊന്നും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കത്തില്ല. നല്ലതേ നടക്കാവൂ, നമ്മളൊരു കണ്ടീഷൻ വെക്കുക അവിടെ. അപ്പോൾ ഞാൻ നല്ലത് മാത്രമാണോ കഴിഞ്ഞ ജന്മത്തിലെല്ലാം കൊടുത്തിരുന്നത് നല്ലത് നടക്കാൻ? അപ്പൊ ഞാൻ ചീത്തയും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചീത്ത എന്നിൽ തിരിച്ചു വരും, ചീത്ത അനുഭവം എന്നിൽ തിരിച്ചു വരും. ഇതിനെ മനസ്സിലാക്കി എനിക്ക് ദുരിതം തോന്നില്ല. ഇത് ശരി, ആയിക്കോട്ടെ. ഓരോരുത്തരും അവരുടെ സംസ്കാരം അനുസരിച്ച് പെരുമാറുന്നത്. ആ ശത്രുവിനെ നമ്മൾ ഒരു ശത്രു എന്നോട് ഒരു വേണ്ടാത്ത പ്രവൃത്തി ചെയ്യുമ്പോഴേ നമ്മൾ അവരോട് ക്ഷമിക്കുകയും ചെയ്യും. അതിനെ എന്ന് വെച്ചുകൊണ്ട് അതിനെ ഒരു അടിമയായിട്ട് പോകത്തില്ല. നമുക്ക് അതിന് പ്രതിവിധി വിവേകത്തിൽ ചെയ്യും, വികാരത്തിൽ ചെയ്യത്തില്ല. വികാരത്തിൽ ചെയ്ത് കൂട്ടുമ്പോഴോ അതിന്റെ അനുഭവങ്ങൾ തിക്താനുഭവമായിരിക്കും. അതേസമയം വിവേകത്തിൽ നിന്നാൽ ആ ഫലത്തിനെ നള്ളിഫൈ ചെയ്യുകയും ചെയ്യും. അതിന് തിരിച്ചൊരു അനുഭവം നമുക്ക് തിരിച്ചു വരുത്തുകയില്ല. എന്നുവെച്ചാൽ ആ കർമ്മഫലം അവിടെ തീരുകയാണ്. നമ്മൾ വികാരത്തിൽ ചെയ്താലോ ഈ കർമ്മഫലം ഇരട്ടിയായിട്ട് തിരിച്ചു വരും. ഇതാ വ്യത്യാസം. ഇതാ കർമ്മയോഗത്തിന്റെ പ്രിൻസിപ്പിൾ. അത് നമ്മള് ചുമ്മാതിരിക്കുമ്പോ അത് കർമ്മം ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ജോലി ചെയ്യുന്നുള്ളതല്ല. എന്റെ ചിന്തകളെയാണ് എന്റെ കർമ്മം തുടങ്ങുന്ന എവിടെ? ചിന്തകളാണ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. കർമ്മം എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. എന്റെ ചിന്തകള്, ആ ചിന്തകളും ധർമ്മത്തിലായിരിക്കണം. അല്ലാതെ പ്രവൃത്തി ഒന്നും ഞാൻ വേറെ ചിന്തിക്കുകയും ചെയ്ത് അധർമ്മത്തിൽ ചിന്തിച്ചാലോ ഒരു പ്രയോജനമില്ല. അതാണ് ശ്ലോകത്തിൽ പറഞ്ഞത്. ആറാമത്തെ ശ്ലോകം നോക്കാം. ആത്മാവിനെ അറിയാത്തവനും സ്വകർമ്മം വെടിയുന്നത് ശരിയല്ല. കാരണം കർമ്മേന്ദ്രിയാണി സംയമ്യ യാസ്തേ മനസാ സ്മരൻ
ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ ഉച്യത്തെ. കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ആരാണോ മനസ്സുകൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളെ ഓർത്തും കൊണ്ടിരിക്കുന്നത്, വിവേകം കെട്ട അവൻ മിഥ്യാചാരൻ എന്ന് പറയപ്പെടുന്നു. അതാ നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കുകയും വെളിയിൽ നല്ലതായിട്ട് ഭാവിക്കുകയും ഉള്ളിൽ മോശമായി ചിന്തിക്കുകയും ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റായി പറയുന്നു. അവരൊക്കെ മിഥ്യാചാരം വരാൻ നമുക്കറിയാലോ, അഭിനയമാണ് ഇന്നത്തെ ലോകത്ത്. നമുക്ക് എല്ലാ അനുഭവം, എല്ലാവരും അഭിനയിക്കുന്നു ഇല്ലയോ? വെളിയിലൊന്ന് ചിരിച്ചു കാണിക്കും, ഉള്ളിൽ ദേഷ്യമായിരിക്കും. അത് മിഥ്യാചാരം. കാരണം ഉള്ളിലൊരു ഭാവവും വെളിയിൽ വേറൊരു ഭാവവും. വിവേകമില്ലാതെ കർമ്മം വെടിയുന്ന ഒരു മൂഢന്റെ ഹാസ്യചിത്രം ഭഗവാൻ ഇവിടെ വരച്ചു കാണിക്കുന്നു. എല്ലാ സമുദായത്തിലും ഇത്തരക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഹിന്ദുക്കളിൽ പ്രത്യേകിച്ചും ഇത്തരം ദുശ്ചേഷ്ടതർ ചില കാലഘട്ടങ്ങളിൽ വളരെ കൂടുതലാവുന്നുണ്ട്. കാരണം ജീവിതത്തിൽ പിൻപന്തിയിലായ അവർക്ക് തങ്ങൾ ബുദ്ധന്മാരാവുകയാണെന്നുള്ളൊരു മിഥ്യാസംതൃപ്തി നടിക്കുവാൻ സാധിക്കും. പരിതാപകരമായ ഈ അബദ്ധധാരണ നൂറ്റാണ്ടുകളായി നമ്മുടെ സംസ്കാരത്തിന്റെ വേരിനെ തന്നെ കാർന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യാപരമായ അത്തരം പ്രമാദങ്ങളിൽ പെട്ടുപോകരുതെന്ന അസന്നിഗ്ധമായ വിലക്കുകൾ നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ തന്നെ ഉണ്ടെന്നത് ചിലർക്കെങ്കിലും അത്ഭുതം ഉളവാക്കും. ശരീരം വിളക്കാതിരിക്കുക അഥവാ കർമ്മരാഹിത്യം നമ്മെ എവിടെയും എത്തിക്കില്ല. പൂർണ്ണതയിൽ അശേഷവും ശാരീരിക കർമ്മങ്ങൾ വെടിയുന്നതോടൊപ്പം തന്നെ മനസ്സിനെയും ബുദ്ധിയെയും വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വഴിപിഴച്ച അത്തരം ഒരു സാധകന്റെ ആധ്യാത്മിക ഭാവി ശൂന്യവും ഇരളടഞ്ഞതുമായിത്തീരുകയുള്ളൂ. ഇവിടെ വിവേകമില്ലാതെ കർമ്മം ചെയ്യാൻ വെടിയുന്ന ഒരു അതാ നമ്മൾ നമ്മൾ ഈ വികാരത്തിന് അടിമപ്പെട്ട് കർമ്മം ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുടെ ഒരു കാര്യമാണ് പറയുന്നത്. ഇപ്പൊ നമ്മള് പല വികാരങ്ങളും പക്ഷെ വെളിയിൽ ഞാൻ നല്ലതായിട്ട് കാണിക്കുന്നു. അതാ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത്, ചിന്തയാവിഷ്ടായ സീതയില് ശ്രീനിവാസന്റെ ഒരു ഈ കർത്തവ്യന്നൊക്കെ മടിയന, അങ്ങനെ ഒന്നിനും താവില്ല. അപ്പം അവന് വീട്ടിലേക്ക് ഒരു കാര്യം നോക്കാതെ അവനിങ്ങനെ കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ അവന്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ചീട്ട് കളിച്ച് നടക്കുക, ഇങ്ങനെ കൂട്ടുകാരോട്ട് പോവാ, സ്കൂളിൽ പോകാതൊക്കെ. അവനവന്റെ സ്വധർമ്മം നോക്കാതെ അവനവന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ മടിയനായിട്ട് പോവുക. അതിന് പല വഴികൾ കണ്ടെത്തുന്നു. ശബരിമലയിൽ പോയി വലിയൊരു ഭക്തനാണെന്ന് നടിക്കുന്നു. ഇങ്ങനെ എത്രയോ പേര് നമ്മൾ വെളിയിലെ ഇതും ഉള്ളിലെ ആ ശ്രീനിവാസൻ, ആ ഉള്ളിലുള്ള ഞാൻ മടിയനാന്നൊക്കെ പറയുന്നുണ്ടോ? എവിടെങ്കിലും ഭാവിക്കുന്നുണ്ടോ? ഏതോ ഒരു ബിസി ആയിട്ടുള്ള പോലാണ് അവരുടെ ഭാവമൊക്കെ. ഈശ്വര വിശ്വാസമാണ്, പക്ഷേ കർത്തവ്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതൊരു മിഥ്യാചാരനാണ്. അവിടെ ശ്രീനിവാസൻ ഒരു മിഥ്യാചാരനാണ്. അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വെളിയില് വലിയ ഏട്ടൊക്കെ കാണിക്കുകയും ചെയ്യുക അല്ല, ഇല്ലയോ? നമ്മൾ വെളിയില് പലതും ഭാവിക്കുന്നുണ്ട് എല്ലാവരും. നമ്മളൊക്കെ വെളിയിൽ നല്ലൊരു, പക്ഷെ ഉള്ളിലോ നമുക്ക് മറ്റ് വേറെ പല സംസ്കാരം കാണും. അങ്ങനെ ആയിക്കൂടെ ഒരിക്കലും. കാരണം നമ്മുടെ ചിന്ത, എന്റെ ഭാവമാണ് എന്റെ ഭാവിയെ നിശ്ചയിക്കുന്നത്. യത് ഭാവ തദ്ഭവതി. എന്റെ ഭാവം അനുസരിച്ചിരിക്കും എനിക്ക് വരുന്നത്. എന്റെ മോശമായ ഭാവമാണെങ്കിലോ അധർമ്മത്തിലുള്ള ചിന്തകളാണെങ്കിലോ അധർമ്മമായിരിക്കും അനുഭവമായിട്ട് വരുന്നത്. ഇപ്പൊ നമ്മൾ അധർമ്മത്തിന്റെ കൂടെ അതിന് മഹാഭാരത യുദ്ധത്തിലെ കർണന്റെ അവസാനം അറിയാമല്ലോ. ഈ രഥത്തിന്റെ വീല് മണ്ണി പൊതയുമ്പോ എടുക്കാൻ പോകുമ്പോ കൃഷ്ണൻ പറയൂല അർജുനോട്, അമ്പയ്ക്ക് അർജുന. അപ്പൊ കൃഷ്ണൻ പറയുന്ന, കർണൻ ചോദിക്കുന്നുണ്ട്, കൃഷ്ണ ഇത് അധർമ്മമല്ലേ ചോദിക്കുമ്പോഴേ, നിനക്ക് ആ ധർമ്മത്തിനെ കുറിച്ച് പറയാൻ എന്താ അവകാശം? നീ അധർമ്മത്തിനെ കൂട്ടി നിന്നു. നീ ഒരിക്കലും ധർമ്മത്തിനെ രക്ഷിച്ചിട്ടില്ല. നീ അധർമ്മത്തിന്റെ കൂടായിരുന്നു. അപ്പൊ ഇപ്പൊ നിനക്ക് എങ്ങനെ ഈ ധർമ്മം നിന്നെ എങ്ങനെ രക്ഷിക്കും? ഇത് ധർമ്മമാണോ ചോദിക്കുക. ശരിയാ, അധർമ്മമാണ്. ധർമ്മം രക്ഷിക്കാൻ നീ ധർമ്മത്തിനെ രക്ഷിച്ചിരിക്കണം നേരത്തെ. ഇതുവരെ നീ ജീവിതത്തിൽ ധർമ്മത്തിന്റെ കൂടെ അല്ലായിരുന്നു, അധർമ്മത്തിന്റെ കൂടായിരുന്നു. അതിന് കൂട്ടി നിന്നിട്ട് ഒരാപത്തിപ്പെട്ടപ്പോ എന്നെ ഒന്ന് ധർമ്മം രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ രക്ഷിക്കും? വാളെടുത്തവൻ വാളാൽ. എന്റെ ഭാവം ഏതാണോ ആ ഭാവമായിരിക്കും എനിക്ക് തിരിച്ചു വരുന്നത്.
അപ്പൊ നമ്മൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മള് എത്ര അഭിനയിച്ചാലും ആൾക്കാരുടെ മുമ്പിലൊക്കെ കണ്ടിട്ടില്ലയോ, ചിലരൊക്കെ വളരെ വളരെ നല്ലതായിട്ടൊക്കെ എത്ര സ്നേഹമായോ ആ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ നമുക്ക് തോന്നും, അത്ര. പക്ഷേ ഉള്ളിന്റെ ഉള്ളു വളരെ ഇതായിരിക്കും. എത്രയോ വ്യക്തികൾക്ക് നമുക്ക് അനുഭവം ഉണ്ടാവും. ആ ഒരു ആസ്പെക്ട് ഇവിടെ പറയുകയാണ്. വിവേകമില്ലാതെ കർമ്മം വെടിയുന്ന ഒരു മൂടിന്റെ ഹാസ്യത്തിനും ഭഗവാൻ ഇവിടെ വരച്ചു കാണിക്കുന്നു. എല്ലാ സമുദായത്തിലും ഇത്തരക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഹിന്ദുക്കളിൽ പ്രത്യേകിച്ചും ഇത്തരം ദുഷിതർ ചില കാലഘട്ടങ്ങളിൽ വളരെ കൂടുതലാവുന്നുണ്ട്. കാരണം ജീവിതത്തിൽ പിൻപന്തിയിലായ അവർക്ക് തങ്ങൾ ബുദ്ധന്മാരാവുകയാണെന്ന ഒരു മിഥ്യാസംതൃപ്തി നടിക്കുവാൻ സാധിക്കുന്നു. പരിതാപകരമായ ഈ അബദ്ധധാരണ നൂറ്റാണ്ടുകളായി നമ്മുടെ സംസ്കാരത്തിന്റെ പേരിനെ തന്നെ കാർന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യാപരമായ അത്തരം പ്രമാദങ്ങളിൽ പെട്ടുപോകരുന്ന അസന്നിഗ്ധമായ വിലക്കുകൾ നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ തന്നെ ഉണ്ടെന്ന് ചിലർക്കെങ്കിലും അത്ഭുതങ്ങളാവുക. അതാ പറഞ്ഞത്, നമ്മളിപ്പം നമ്മൾ ഈ ആത്മീയത നടിക്കുകയും ആത്മീയത എല്ലാം പറയും, കാണിക്കുന്നതോ എല്ലാം നേരെ തിരിച്ചു. എത്രയോ അനുഭവങ്ങളുണ്ട്. ഞാൻ പറയുന്നതെല്ലാം ഗീതയും കാര്യങ്ങളും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയും. പക്ഷെ പ്രവൃത്തിയിലോ നേരെ വിപരീതമായിട്ടുള്ള എത്രയോ പേരുണ്ട്. ശരീരം വിളക്കാതിരിക്കുക അഥവാ കർമ്മരാഹിത്യം നമ്മെ എവിടെയും എത്തിക്കില്ല, പൂർണ്ണതയിൽ അശേഷവും. ശാരീരിക കർമ്മങ്ങൾ വെടിയുന്നതോടൊപ്പം തന്നെ മനസ്സിനെയും ബുദ്ധിയെയും വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വഴിപിഴച്ച അത്തരമൊരു സാധകന്റെ ആധ്യാത്മിക ഭാവി ശൂന്യവും ഇരുളടഞ്ഞതുമായി തീരുകയുള്ളൂ. ആധുനിക മനഃശാസ്ത്രവും ഈ പ്രസ്താവനയെ പിന്താങ്ങുന്നു. മനസ്സിൽ ദുശ്ചിന്തകൾ വെച്ചു പുലർത്തുന്നത് ശരീരം കൊണ്ട് ചെയ്യുന്ന ദുഷ്പ്രവൃത്തികളെക്കാൾ വിനാശകരങ്ങളാണ്. മനസ്സിന് സങ്കല്പങ്ങളെ ആവർത്തിക്കുന്ന പ്രവണതയുണ്ട്. ഒരേ സങ്കല്പം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അത് മനസ്സിൽ ആഴമുള്ള ഒരു ചാലുണ്ടാക്കും. എല്ലാ ചിന്തകളും പിന്നീട് ആ വഴിക്കേ ഒഴുകൂ. ഇപ്രകാരം മനസ്സിന്റെ ഒഴുക്കിന്റെ ദിശ ഒരിക്കൽ നിർണയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ബാഹ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ആ സവിശേഷ താല്പര്യം കൊണ്ട് നിറം പിടിപ്പിച്ചതായിരിക്കും. വിഷയസുഖങ്ങളെ തന്നെ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുവനിൽ തദുന്മുഖമായ പ്രവണത രൂപപ്പെടുന്നതും അതനുസരിച്ച് ബാഹ്യലോകത്തിൽ പ്രവർത്തിക്കാനായാൽ നിസ്സഹനായി നിർബന്ധനായി തീരുന്നു നമുക്ക് കാണാം. പുറമേക്ക് വലിയ സദാചാരി, അകം നിറയെ കെട്ടുനാറിയ ദുശ്ചിന്തകൾ. ഇത്തരക്കാർ ആധ്യാത്മിക സാധകരല്ല, ആ കപടവൃത്തനെയും മിഥ്യാചാരൻ എന്നാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ശാരീരിക നിയന്ത്രണം ഒട്ടൊക്കെ സാധിക്കാമെങ്കിലും മനസ്സംയമനം ഒട്ടും എളുപ്പമല്ലെന്ന് നമുക്കറിയാം. അതിനാൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പം നമ്മൾ ശരീരം കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നതല്ല നമ്മുടെ കർമ്മം. നമ്മൾ വെളിയിൽ ഇങ്ങനെ നമ്മുടെ ചിന്തകളൊക്കെ കണ്ടുമല്ലോ, എത്രയോ അതെങ്ങനെ ഈ പ്രബലപ്പെടുന്നുള്ളൊരു എന്റെ പ്രോസസ്സ് കാണിക്കുക. നമ്മളുടെ ഒരു ചിന്ത, നമ്മളുടെ ഒരു സ്വഭാവം എങ്ങനെയാ ഫോം ആവുന്നേ? നമ്മൾ ഒരു രീതി ചിന്തിക്കുക, അതേ രീതിയിൽ പല പ്രാവശ്യം ചിന്തിച്ച് നമുക്ക് അതിലൊരു അങ്ങനെ പിന്നെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. വലിയ പാടാ പിന്നെ മാറി ചിന്തിക്കാൻ. ഇപ്പൊ എക്സാമ്പിൾ അങ്ങനെ അതൊരു മാർക്ക് പോലെ ആയിപ്പോവും. നമ്മളൊരു കടൽക്കരയിൽ ഇങ്ങനെ നടക്കാന്ന് വയ്ക്കുക. നമ്മൾ ആദ്യം നടക്കുമ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ കാലടി പാതി ഇങ്ങനെ കാണാം. അതിന്റെ പുറത്തുകൂടെ പല പ്രാവശ്യം നടന്നേ നമുക്കതൊരു ലൈൻ പോലാവും. കാലടി പാതകളൊക്കെ പിന്നെ മൊത്തത്തിൽ ഒരു മാർക്ക് പോലെ ആയിത്തീരും. ഇതുപോലാണ് നമുക്കൊരു സംസ്കാരം ഫോം ആവുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഏതെങ്കിലും ഒരു ദുസ്വഭാവം, നമ്മൾ അതിനോട് താല്പര്യം വരുന്നു. അങ്ങനെ പിന്നെയും ചിന്തിക്കുന്നു, പിന്നെയും പലത് ചിന്തിച്ച് അതിനോടൊരു ആസക്തി, എനിക്ക് അതുമായിട്ട് മാറി നിൽക്കാൻ പറ്റാത്തൊരു, അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ. എന്റെ ഭാവമാണ് ഏതിനും പ്രശ്നം. ഞാൻ എത്രത്തോളം വെളിയിൽ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് ഈ ചിന്തകൾ ഇങ്ങനെ ഈ വഴിയിലാണെങ്കിൽ ഒരു സമയം ഞാൻ ഇതിനെ അറിയാതെ അതിനനുസരിച്ച് പ്രവർത്തിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ അതാ പറഞ്ഞത്, ഒരു മിഥ്യാചാരൻ പോലെ ആയിക്കഴിഞ്ഞാൽ ജീവിതം ദുരിതമാണ്. നമ്മൾ ഇതെല്ലാം പുറമേ കാണിച്ചിട്ട് കാര്യമില്ല. എന്റെ ഭാവമാണ് മുഖ്യം. അപ്പൊ ആ ഭാവം നല്ലതായിട്ട് വേണം. ഞാൻ അത് നിരന്തരം നമ്മളെ കാര്യങ്ങളെ ഗ്രഹിക്കണം. കാരണം വെച്ചാൽ നമ്മുടെ ഇതാണ് സത്യം എന്നുള്ളത് തിരിച്ചറിയണം. തിരിച്ചറിവില്ലെങ്കിലോ നമ്മുടെ വികാരങ്ങൾ നമ്മളെ വലിച്ചഴിച്ചുകൊണ്ട് പോകും. ഓരോ വികാരത്തിനനുസരിച്ച് ഞാൻ ഇങ്ങനെ എന്നെ ദുരിതത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം ഈ ഒരു മിഥ്യാചാരന ഇവിടെ നിന്ന് കാണുന്നത് ലോകം വെളിയിൽ നമുക്കറിയാമല്ലോ, പൊതു സ്വഭാവം വെളിയിലൊന്ന് കാണുന്നു, ഉള്ളിലൊന്നായിരിക്കും. ഇത് ദുരിതമാ, മനുഷ്യന്റെ ദുരിതാവസ്ഥയെ കൂട്ടും.
ഓരോ ഇങ്ങനെ കാണിക്കുന്നവർക്കെല്ലാം അവസാനം ദുരിതേ വരും. നമുക്കറിയാലോ, ഒരു കള്ളം പറഞ്ഞാൽ ആ കള്ളത്തിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് വേണ്ടി ശ്രമമായിരിക്കും. ഒരു കള്ളത്തിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. അത് എന്തൊരു ശ്രമമാണ്. അതിന്റെ എന്റെ ദുരിതം. സത്യം പറഞ്ഞാലോ നമ്മൾ എത്ര ഫ്രീ ആയിരിക്കും. ഇല്ലെങ്കിലോ അത് ഭയങ്കര ടെൻഷനാണ്. ഇതുപോലാണ് ഈ എല്ലാ ധർമ്മവും അധർമ്മവും. ഞാൻ ഒരു കള്ളം പറയുന്ന അധർമ്മമാണ്, സത്യം പറഞ്ഞാലോ അത് ധർമ്മമാണ്. ധർമ്മത്തിന്റെ പാതയിൽ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു സുഖം കിട്ടത്തില്ല. അധർമ്മത്തിന്റെ പാതയിൽ പോയാലോ പെട്ടെന്ന് സുഖം കിട്ടും. പക്ഷെ അതിന്റെ അവസാനവും ദുഃഖമായിരിക്കും. അധർമ്മത്തിന്റെ പാതയിൽ പോയാൽ തൽക്കാലത്തേക്ക് ഒരു സുഖം കിട്ടുമെങ്കിലും അതിന്റെ അവസാനം ദുഃഖത്തിലോട്ടേ ചെന്ന് അവസാനിക്കത്തുള്ളൂ. ധർമ്മത്തിന്റെ പാതയിലാണെങ്കിലോ പെട്ടെന്നൊരു സുഖം ഉണ്ടാവത്തില്ല. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾ സമാധാനത്തിലോട്ട് എത്തിച്ചേരും. അതിൽ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മളിങ്ങനെ കേട്ടോണ്ടിരുന്നാൽ മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ മനസ്സിൽ തോന്നുന്നതൊക്കെ, ചോദ്യങ്ങളല്ല, മനസ്സിൽ തോന്നുന്നതൊക്കെ പറയാം. ചോദ്യം ചോദിക്കുക എന്നുള്ളതല്ല. ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചോദിക്കുന്നത് ചോദ്യമായിട്ടല്ല ഉദ്ദേശിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്രഹിച്ചത് പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. നമുക്ക് ഇതൊരു ഡിസ്കഷൻ അല്ലേ. എന്തെങ്കിലും പറയാനുണ്ടോ? ശരി, നമുക്ക് നാളെ കാണാം.